പാരായണം കൊണ്ട് തന്നെ നമ്മളെ രക്ഷിക്കുന്നതാണ് ഇത്തരത്തിലുള്ള മഹത് ഗ്രന്ഥങ്ങളൊക്കെ. പക്ഷെ മന്ത്രജപത്തിനും വലിയ ശ്രദ്ധയും പരിശീലനവും ഒക്കെ ആവശ്യമാണ്. മന്ത്രം ചൊല്ലുമ്പോൾ തെറ്റുപറ്റിയാൽ ഉണ്ടാകുന്ന തകരാറുകളെയൊക്കെ പരിഹരിക്കാനുള്ള അക്ഷരങ്ങൾ കൂടി ഏതാണ്ട് എല്ലാവരും തന്നെ നാരായണീയത്തിലൂടെ ഭഗവാനെ ഉപാസിക്കുന്ന ആളുകളാണ്. അങ്ങനൊരു ദിവ്യസങ്കേതത്തിൽ പൂർവികരായിട്ടുള്ള ആളുകൾ ഒരു ക്ഷേത്രം, ഒരു സ്ഥലത്തൊരു ദേവതാ സങ്കേതം സ്ഥാപിക്കുന്നത് ആ പ്രകൃതിയിൽ അത്യധികമായിട്ടുള്ള ഒരു ദേവതാ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ്. അപ്പോൾ ആ ചൈതന്യത്തെ നമ്മുടെ സമാജത്തിന് അനുഗ്രഹമായിട്ട് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആചാര്യന്മാർ ആ ശക്തിയെ അവരുടെ സാധന കൊണ്ട് തൻ്റെ പ്രാണനിലേക്ക് ആവാഹിച്ച് അതിനെ ഒരു വിഗ്രഹത്തിലേക്ക് ലയിപ്പിക്കുന്നത്. ആ വിഗ്രഹത്തെ, ആ ശക്തിക്ക് ആധാരമായിട്ടുള്ള ദേവതയെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മന്ത്രജപം കൊണ്ടും ക്രിയകൾ കൊണ്ടും ദ്രവ്യങ്ങൾ കൊണ്ടുമൊക്കെ ആ ശക്തിയുടെ തേജസ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയും ആ മണ്ഡലത്തിൽ എത്തിച്ചേരുന്ന എല്ലാവർക്കും അവരവരുടെ ഉള്ളിലേക്ക് ആ ശക്തി പകരുകയും ചെയ്യുകയാണ്. അങ്ങനെയുള്ളൊരു ദേവതാ സങ്കേതത്തിൽ ഒരു മഹത് ഗ്രന്ഥപാരായണത്തിലൂടെ ഉപാസന ചെയ്യുക എന്ന് പറയുന്നൊരു വലിയ തപസ് ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ എന്നുള്ളത് വലിയ ചാരിതാർത്ഥ്യം നൽകുന്ന ഒന്നാണ്. പാരായണം കൊണ്ട് തന്നെ നമ്മളെ രക്ഷിക്കുന്നതാണ് ഇത്തരത്തിലുള്ള മഹത് ഗ്രന്ഥങ്ങളൊക്കെ. സാധനാപഥത്തിൽ പൂർവാചാര്യന്മാരെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനയായിട്ട് പറയുന്നത് പ്രാണാനുസന്ധാനത്തെയാണ്. നമ്മുടെ ശരീരത്തിനകത്ത് ശ്വാസം എങ്ങനെ സഞ്ചരിക്കുന്നു എന്നറിഞ്ഞ് അതിനെ നിയന്ത്രിച്ചുകൊണ്ട് ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ വിധത്തിൽ ശ്വാസം നമ്മുടെ ഉള്ളിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതിനെ ഉപാസിക്കുക എന്നുള്ളത്. അത് വളരെ സൂക്ഷ്മതയും വളരെ പരിശീലനവും ശ്രദ്ധയും ഒക്കെ വേണ്ട ഒന്നാണ്. അത്രയും പരിശീലനമോ ശ്രദ്ധയോ ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് മന്ത്രജപം ഉള്ളത്. കാരണം മന്ത്രം, ഒരക്ഷരം നമ്മുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് നമ്മുടെ ഉള്ളിലെ ശ്വാസം ഓരോ നാഡികളിൽ കൂടെ സഞ്ചരിച്ച് ഓരോരോ ഭാഗത്ത് തട്ടി തിരിച്ച് പ്രതിധ്വനിച്ച് വരുമ്പോഴാണ് ഒരക്ഷരം പുറത്തേക്ക് വരുന്നത്. അപ്പം മന്ത്രം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യേക ക്രമത്തിൽ നമ്മളുടെ ഉള്ളിൽ പ്രാണൻ ആവർത്തിച്ച് സഞ്ചരിക്കുന്നതിന് അടിസ്ഥാനമായിട്ടാണ്. അപ്പോൾ ഓരോ ദേവതയുടെയും പേര് നാമകരണം ചെയ്തിരിക്കുന്നത് ആ നാമകരണത്തിനോട് ബന്ധപ്പെടുത്തി ഉണ്ടാക്കിയിരിക്കുന്ന മന്ത്രം ഒക്കെ ശരീരത്തിലും പ്രകൃതിയിലും നമ്മുടെ ആചാര്യന്മാരെ നമുക്ക് പറഞ്ഞു തന്നുണ്ട്. പുറത്ത് എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മുടെ അകത്തുണ്ട്. കാശി നമ്മുടെ അകത്തുണ്ട്, ഗംഗ നമ്മുടെ അകത്തുണ്ട്, ഹിമാലയം നമ്മുടെ അകത്തുണ്ട്, അഗ്നി നമ്മുടെ അകത്തുണ്ട്, ജലം നമ്മുടെ അകത്തുണ്ട്, എല്ലാം നമ്മുടെ അകത്തുണ്ട്. പുറത്ത് നമ്മളൊരു നദിയായിട്ടാണ് ജലത്തെ കാണുന്നതെന്നുണ്ടെങ്കിൽ അകത്ത് അത് രക്തമായിട്ടാണ് കാണുന്നത്. അപ്പം അതുകൊണ്ട് പുറത്ത് ജലം ദുഷിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അകത്ത് രക്തവും ദുഷിക്കും. അപ്പം ഇങ്ങനെ രണ്ടും പരസ്പരമായിട്ട് അത്രയും ബന്ധപ്പെട്ടിരിക്കുന്നതുമാണ്. അപ്പം അങ്ങനെ അകത്തും പുറത്തുമുള്ള ഒരു ശക്തി നമ്മുടെ ശരീരത്തിൻ്റെ ഏതൊക്കെ നാഡികളിൽ ഏതൊക്കെ ഭാഗങ്ങളിലാണ് അതിൻ്റെ കേന്ദ്രം എന്ന് പറഞ്ഞാൽ അവിടേക്ക് ഈ പ്രാണനെ, ശ്വാസത്തെ കൂടുതൽ ആവർത്തിയിൽ പ്രവേശിപ്പിക്കാൻ ഉതകുന്ന തരത്തിലാണ് ഓരോ മന്ത്രങ്ങളും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ മന്ത്രജപത്തിനും വലിയ ശ്രദ്ധയും പരിശീലനവും ഒക്കെ ആവശ്യമാണ്. കൃത്യമായിട്ടുള്ള ഉച്ചാരണമാണോ വരുന്നത്? ഒരക്ഷരം ഉച്ചരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ശ്വാസം കൃത്യമായിട്ടാണോ സഞ്ചരിക്കുന്നത് എന്നുള്ളതൊക്കെ അറിയാം. അതുകൊണ്ടാണ് ഉപദേശം കൊണ്ട് വേണം മന്ത്രം ജപിക്കാൻ എന്ന് പറയുന്നത്. അതേസമയം നമ്മുടെ കീർത്തനങ്ങൾ, പുരാണങ്ങൾ അതെല്ലാം സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറയാൻ കാരണം ഇപ്പോൾ മന്ത്രങ്ങൾ അതേ ആശയം തന്നെയാണ് കഥകളിലൂടെയാണെങ്കിലും പുരാണത്തിൽ വിശദീകരിക്കുന്നത്. ഇപ്പോൾ പുരാണം പെട്ടെന്ന് നമുക്ക് കഥ കേട്ടാൽ ആ കഥകൾ തന്നെ വലിയ ശ്രേഷ്ഠമായിട്ടുള്ള ചിന്തകൾ, സങ്കല്പങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ആന്തരികമായിട്ട് ശുദ്ധീകരിച്ച് നമ്മളെ മികവിൻ്റെ വഴിയിലേക്ക് നയിക്കുന്നതാണ്. എന്നാൽ അതിലും പങ്കുവയ്ക്കുന്ന, കഥകളിലൂടെ പങ്കുവയ്ക്കുന്ന തത്വങ്ങൾ ഗഹനമായിട്ടുള്ള തത്വങ്ങൾ തന്നെയാണ്, ഗാഠമായിട്ട് പഠിക്കേണ്ട തത്വങ്ങൾ തന്നെയാണ്. പക്ഷേ അത് പാരായണം ചെയ്യുമ്പോൾ
ഈ മന്ത്രജപത്തിൻ്റെ അതേ ശക്തി നമ്മുടെ ഉള്ളിലുണ്ടാവും. എന്നാൽ മന്ത്രജപം പോലെ എത്ര ശ്രദ്ധിച്ച് പഠിച്ചില്ലെങ്കിൽ കൂടി ഉണ്ടാകാവുന്ന, അങ്ങനെ മന്ത്രം ചൊല്ലുമ്പോൾ തെറ്റുപറ്റിയാൽ ഉണ്ടാകുന്ന തകരാറുകളെയൊക്കെ പരിഹരിക്കാനുള്ള അക്ഷരങ്ങൾ കൂടി ഈ പുരാണങ്ങളുടെയും കീർത്തനങ്ങളുടെയും ഒക്കെ കൂടെ ഉണ്ടാവും. നാരായണീയം അങ്ങനെ അക്ഷരത്തെ ഉപാസിച്ച ഒരു മഹാത്മാവ് നമുക്ക് തന്ന ഗ്രന്ഥമാണ്. അത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവുക ശ്രീകൃഷ്ണ ഭഗവാന്റെ പരമഭക്തനായിട്ടുള്ള ഒരു മഹാത്മാവ് എന്നുള്ള നിലയ്ക്കായിരിക്കും. പക്ഷേ നമ്മുടെ ശാസ്ത്ര പാരമ്പര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം വ്യാകരണത്തിൻ്റെ അഗാധനായ പണ്ഡിതൻ എന്നുള്ള നിലയ്ക്കാണ്. വൈയാകരനാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി. പ്രക്രിയാ സർവസ്വം എന്നുള്ളതാണ് മേൽപ്പത്തൂരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം. ശബ്ദത്തിൻ്റെ സ്ഫോട സിദ്ധാന്തം എന്ന് പറയുന്നതിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഉള്ളിലെ നാദം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ആ നാദം എങ്ങനെയാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത് നിഗ്രഹിക്കുന്നത് എന്നെല്ലാം വിശദീകരിക്കുന്ന ഒരു ഭാഗമാണ് ഈ സ്ഫോട സിദ്ധാന്തം. ഈ സ്ഫോട സിദ്ധാന്തത്തെ ആ സ്ഫോട സിദ്ധാന്തത്തിൽ നിന്ന് കൊണ്ട് നാദബ്രഹ്മത്തെ നമുക്ക് അനുഗ്രഹമാക്കി നൽകാനായിട്ടാണ് മേൽപ്പത്തൂര് നാരായണീയം എന്ന മഹാഗ്രന്ഥം എഴുതിയത്. അപ്പം നാരത്തിൽ അയനം ചെയ്യുന്നതാണ് നാരായണീയം. നാരം ജലമാണ്. ജലത്തിൽ അയനം ചെയ്യുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ പ്രാണനാണ്, ദേവതയാണ്. നമ്മുടെ ശരീരത്തിനകത്ത് ശ്വാസത്തിലാണ്, പ്രാണനിലാണ് ദേവത എന്ന് പറയുമ്പോൾ പ്രകൃതിയിൽ അത് കാണുന്നത് തീർത്ഥത്തിലാണ്. നമ്മുടെ എല്ലാ ചടങ്ങുകളിലും ഒഴിവാക്കാൻ പറ്റാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ദ്രവ്യമാണ് തീർത്ഥം. പൂജയെല്ലാം കഴിഞ്ഞാൽ ആ അനുഗ്രഹത്തെ നമ്മിലേക്ക് പകരുന്നത് തീർത്ഥം തളിച്ചിട്ടാണ്. ഇങ്ങനെ തൊട്ട് ഓരോ കാര്യത്തിലും നമ്മൾ മരണാനന്തര ചടങ്ങുകളിലാണെങ്കിലും അതുപോലെ അതിൻ്റെ പിതൃക്രിയയ്ക്ക് കൂടി പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്. അവിടെയും നമ്മൾ ഉദകം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും വലിയ ശ്രാദ്ധം മഹാലയ ശ്രാദ്ധമാണ്. അത് നമ്മുടെ ദുർഗാഷ്ടമിക്ക് മുമ്പ്, ശാരദീയ നവരാത്രിക്ക് മുമ്പാണ് മഹാലയപക്ഷം, പിതൃപക്ഷം. അതിൻ്റെ അമാവാസിക്ക് നടത്തുന്ന ശ്രാദ്ധം മഹാലയ ശ്രാദ്ധമാണ് ഏറ്റവും പ്രധാനമായ ശ്രാദ്ധം. ആ ശ്രാദ്ധം എന്ന് പറയുന്നത് നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും വഴിക്ക് മാത്രമല്ല, രൂപമില്ലാത്തവർക്ക്, അനാഥരായവർക്ക്, അങ്ങനെ എല്ലാവർക്കും പിണ്ടം വയ്ക്കുന്ന ശ്രാദ്ധമാണ്. ആ ശ്രാദ്ധത്തിൻ്റെ അവസാനത്തെ പ്രാർത്ഥന അതീത കുലകോടീനാം സപ്തദ്വീപ നിവാസിനാം പ്രാണിനാം ഉദകം ദത്തം അക്ഷയം ഉപദിഷ്ടതു എന്നാണ്. ഈ പ്രപഞ്ചത്തിലെ കോടിക്കണക്കിന് കുലങ്ങളിലുള്ള എല്ലാ പ്രാണികൾക്കും, പ്രാണനുള്ള എല്ലാറ്റിനും ഈ ഉദകം ഞാൻ സമർപ്പിക്കുകയാണ്. എന്തിനാണ് ഉദകം സമർപ്പിക്കുന്നത്, തീർത്ഥം സമർപ്പിക്കുന്നത്? അക്ഷയം ഉപദിഷ്ടതു, നിങ്ങൾ ക്ഷയിക്കാതെ നിലനിൽക്കട്ടെ. ഈ പ്രപഞ്ചത്തിലെ സമസ്ത പ്രാണികളും ക്ഷയിക്കാതെ നിലനിന്നാൽ മാത്രമേ നമുക്കും ക്ഷയിക്കാതെ നിലനിൽക്കാനാകൂ എന്നുള്ള ഒരു സങ്കല്പം നമ്മളിലേക്ക് പകരുകയാണ് പൂർവാചാര്യന്മാർ. ഇന്നത്തെ ആധുനിക പഠനങ്ങളുമൊക്കെ ജലത്തെയാണ് ജീവന്റെ ഉത്ഭവമായിട്ട് കാണുന്നത്. പുറത്താണെങ്കിലും അകത്താണെങ്കിലും, ശരീരത്തിനകത്താണെങ്കിലും ഏതാണ്ട് 70-80% ജലമാണ്. പുറത്താണെങ്കിലും ഭൂമിയിലും പ്രപഞ്ചത്തിലുമൊക്കെ ഏറ്റവും കൂടുതലുള്ളതും ജലമാണ്. ജലമില്ലാതെ പ്രാണന് നിലനിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഈ തീർത്ഥത്തിലാണ് ദേവത സ്ഥിതി ചെയ്യുന്നതെന്ന് പറയും. ആ തീർത്ഥത്തിൽ അയനം ചെയ്യുന്നതിൻ്റെ ശാസ്ത്രമാണ്, രഹസ്യമാണ് നാരായണീയം. നമുക്ക് ഒരു പ്രാണോപാസന തന്നെയാണ് നാരായണീയത്തിലൂടെ ചെയ്യുന്നത്. ഭഗവാന്റെ പേര് വിഷ്ണു എന്നാണ് ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അത് വിശ്വം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് എന്ന് പറയും. അപ്പം വിഷ്ണു എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ കടലിൽ എന്നുള്ള നിലയ്ക്കാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. സമുദ്രം എന്നാണ് പറയുന്നത്. സമുദ്രം എന്താണ് എന്ന് അന്വേഷിച്ചാൽ ജലം നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ ജലമുള്ള സ്ഥലമാണ് സമുദ്രം. ആ ഏറ്റവും കൂടുതലുള്ള ജലമുള്ള സ്ഥലം കടലല്ല, അന്തരീക്ഷമാണ്. അന്തരീക്ഷത്തിലെ ഓരോ കണങ്ങളിലും ജലത്തിൻ്റെ കണങ്ങളുണ്ട്. അത് ആറ്റമിക് കണത്തിൻ്റെ രൂപത്തിലാണ്. നമുക്കതങ്ങനെ തിരിച്ചറിയാൻ പറ്റില്ല. അതിൻ്റെ ശക്തി കൂടി വരുമ്പോഴാണ്, അതിൻ്റെ കനം കൂടി ഓരോന്നോരോന്ന് ചേർന്ന് കനം കൂടി വരുമ്പോഴാണ് മേഘാവുന്നതും മഴയൊക്കെ ആയിട്ട് വരുന്നതും. ഏറ്റവും കൂടുതൽ ജലം സ്ഥിതി ചെയ്യുന്ന സ്ഥലം അന്തരീക്ഷമാണ്. അപ്പം ഈ സ്ഥിതികാരകനാണ് വിഷ്ണു എന്ന് പറയും.
ഇപ്പൊ സ്ഥിതി ചെയ്യണമെങ്കിൽ, നമുക്ക് നിലനിൽക്കണമെങ്കിൽ എന്താ വേണ്ടത്? പ്രാണനാണ് വേണ്ടത്. ജീവനില്ലെങ്കിൽ നിലനിൽക്കാൻ കഴിയില്ല. അപ്പൊ ആ വിഷ്ണു വിശ്വം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. നേരത്തെ പറഞ്ഞു, അകത്തും ഒന്നാണ് പുറത്തും ഒന്നാണ്. അകത്തുള്ളതൊക്കെ തന്നെയാണ് പുറത്തുള്ളത്. അപ്പോൾ വിശ്വം എന്ന് പറയുന്നത് ഈ പുറത്ത് കാണുന്നതൊക്കെ വിശ്വമാണ്. അപ്പം നമ്മുടെ ശരീരം മുഴുവനും വിശ്വമാണ്. അപ്പം വിശ്വം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് ഈ പുറത്ത് മുഴുവൻ വ്യാപിച്ചിരിക്കുന്നതാണ്, നമുക്ക് അകത്ത് മുഴുവൻ വ്യാപിച്ചിരിക്കുന്നതുമാണ്. ഭഗവാന്റെ കയ്യിലുള്ള ആയുധങ്ങൾ, ഒന്ന് ശംഖാണ്. ശംഖ് ജ്ഞാനേന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നതിൻ്റെ പ്രതീകമാണ്. നമ്മുടെ കണ്ണ്, കാത്, ത്വക്ക്, മൂക്ക് തുടങ്ങിയിട്ടുള്ളതൊക്കെ 5 ജ്ഞാനേന്ദ്രിയങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നതിന് ആധാരമായിട്ടുള്ള ശക്തിയാണ് ആ ദേവത. ചക്രം കർമ്മേന്ദ്രിയങ്ങളാണ്. കയ്യ്, കാല് തുടങ്ങിയിട്ടുള്ള കർമ്മേന്ദ്രിയങ്ങളെ മുഴുവൻ പ്രവർത്തിപ്പിക്കുന്നതിൻ്റെ ആധാരമായിട്ടുള്ള ദേവതയാണ്. ഗദ, ഗദായാം വാജി എന്നാണ്. വാക്കാണ് ഗദ എന്ന് നമ്മുടെ വാക്കിൻ്റെ അർത്ഥം. നമ്മുടെ സംസ്കൃതത്തിലെ ഓരോ പദങ്ങളും അത്തരത്തിൽ സൂക്ഷ്മമായിട്ടാണ് അർത്ഥത്തെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം മഹ് ശബ്ദത്തിന് ഇച്ഛ എന്നാണ് അർത്ഥം, ആഗ്രഹങ്ങൾ. അപ്പം ഈ ആഗ്രഹങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഏത് ചെളി കണ്ടാലും കയറിക്കിടക്കും, അതിനെ നിയന്ത്രിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ പ്രകൃതിയിലുള്ളൊരു ജീവി പോത്താണ്. അതുകൊണ്ട് പോത്തിനെ മഹിഷം എന്ന് വിളിച്ചു. ആ ഇച്ഛ ആസുരികമാകുമ്പോൾ മഹിഷാസുരനാകും. അത് രാജ്യത്തിൻ്റെ ഇച്ഛയെ മുൻനിർത്തുമ്പോൾ പട്ടമഹിഷിയാവും. അതുപോലെ ഗദ എന്ന വാക്ക് ഗദായാം വാചി, വാക്കിനെ പുറപ്പെടുവിപ്പിക്കുന്ന ശക്തിയെയാണ് ഗദ പ്രതിനിധീകരിക്കുന്നത്. താമര എല്ലാ നാഡികളുമാണ്, നമ്മുടെ എല്ലാ നാഡികളിലും പ്രവഹിക്കുന്നതാണ്. അപ്പം എല്ലാ നാഡികളിലും പ്രവഹിക്കുന്ന വാക്കിന് ആധാരമായിട്ടുള്ള ഈ കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും ഒക്കെ പ്രവർത്തിപ്പിക്കുന്ന സ്ഥിതിരൂപമായിട്ടുള്ള ശക്തിയാണ്. ശരീരം മുഴുവൻ, വിശ്വം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ശക്തിയാണ് വിഷ്ണു. അത് അനന്തന്റെ മുകളിലാണ് കിടക്കുന്നതിന് ആദ്യം കണ്ടെത്താൻ പറ്റില്ല, അന്തവും കണ്ടെത്താൻ പറ്റില്ല. അതുകൊണ്ട് പ്രാണചൈതന്യത്തെയാണ് നമ്മൾ സ്ഥിതികാരകനായിട്ടുള്ള വിഷ്ണു സ്വരൂപത്തിൽ ആരാധിക്കുന്നത്. അതെങ്ങനെയാണ് ആ ശക്തി എന്ന് ഋഷീശ്വരന്മാർ തപസ് ചെയ്തവർക്ക് സാക്ഷാത്കാരം വന്നപ്പോഴാണ് ആ രൂപത്തെ ഇങ്ങനെയാണ് ഈ രൂപം എന്ന് പറഞ്ഞ് നമുക്ക് തന്നത്. ആ ഭാവത്തെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ, അതിനു വേണ്ടിയിട്ടുള്ള അനുഷ്ഠാനങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പ്രാണബലം കൂടുകയാണ്. പലപ്പോഴും നമ്മൾ പഴയ ആളുകളൊക്കെ ബലത്തെക്കുറിച്ച് പറയാറുള്ളത് അങ്ങനെയാണ്. ആ ബലം എന്താണെന്ന് ചോദിച്ചാൽ പ്രാണബലം എന്നുള്ള അർത്ഥത്തിലാണ് അവർ പറയാറ്. അപ്പം പ്രാണബലത്തെ അതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ബലം. നമ്മുടെ ശരീരത്തിൻ്റെ ബലവും മനസ്സിൻ്റെ ബലവും ഒക്കെ ഉണ്ടാകുന്നത് അതിൽ നിന്നാണ്. ഇവിടെ ദശാവതാര ചാർത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെല്ലാവരും ചേർന്ന് അനുഷ്ഠിക്കുന്ന അനുഷ്ഠാനം വിഷ്ണു സഹസ്രനാമ, വിഷ്ണു ഭഗവാന്റെ സഹസ്രനാമത്തിൻ്റെ കോടിയർച്ചനയാണ്. ഈ സഹസ്രം എന്ന് പറയുന്നതിനും നമ്മളിതുപോലെ ആദ്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരർത്ഥം 1000 എന്നാണെങ്കിലും അതിൻ്റെ ഒരു സൂക്ഷ്മാർത്ഥം ബലത്തോട് കൂടിയത് എന്നുള്ളതാണ്, ബലത്തിനെ ചേർക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഈ സഹസ്രനാമം കൊണ്ട് ആ ദേവതയുടെ ബലം നമ്മളിലേക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. എന്താണോ വിഷ്ണു സഹസ്രനാമമാണെങ്കിൽ വിഷ്ണു എന്ന് പറയുന്ന ദേവതയുടെ സ്ഥിതികാരകനായിട്ടുള്ള പ്രാണചൈതന്യത്തിൻ്റെ ബലം, ലളിത സഹസ്രനാമാണെങ്കിൽ ശക്തി സ്വരൂപിണിയുടെ, ശിവസഹസ്രമാണെന്നുണ്ടെങ്കിൽ മഹാദേവൻ്റെ ആ ബലം, ആ ബലത്തിനോട് ചേർന്ന ആ നാമജപം. ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ അക്ഷരവും ഉച്ചരിക്കുമ്പോഴും നമുക്ക് ആ ശക്തിയെ നമ്മിലേക്ക് പകരുന്ന തരത്തിൽ, നമ്മളിൽ ആ ശക്തി ഉണരുന്ന തരത്തിൽ ശ്വാസം നമ്മുടെ ഉള്ളിൽ സഞ്ചരിക്കുകയാണ് ഓരോ അക്ഷരം ഉച്ചരിക്കുമ്പോഴും. അപ്പം അതിൽ മന്ത്രം ഉച്ചരിക്കുമ്പോൾ ആ ദേവതയുടെ ശക്തി നമ്മളിൽ ഉണരുകയാണ്. ആ മന്ത്രത്തെ തന്നെ വിസ്തരിക്കുന്ന കീർത്തനങ്ങൾ, പുരാണ ഭാഗങ്ങൾ ഒക്കെ ആവർത്തിച്ച് ചൊല്ലുമ്പോഴും അതേ ഫലമാണ് ഉണ്ടാകുന്നത്. ഈ കീർത്തനങ്ങൾക്കും മന്ത്രത്തിനുമൊക്കെ ഇടയിലുള്ളൊരു ഭാഗമാണ് ഈ സഹസ്രനാമങ്ങൾ പോലുള്ള ഇത്. ആ സഹസ്രനാമമായിട്ട് ചൊല്ലിത്തീർക്കുമ്പോൾ ഒരു മന്ത്രം ജപിക്കുന്നത് പോലെ തന്നെ ദേവത നമ്മുടെ ഉള്ളിലുണ്ട്. ആ ബലം നമ്മളിലേക്ക് പകരുകയാണ്. അത് എത്ര ആവർത്തിക്കുന്നുവോ അത്രത്തോളം നമ്മളിപ്പോൾ പലപ്പോഴും ഒരു കാര്യത്തിൽ നമ്മളുടെ ഒരു വൈദഗ്ധ്യം എന്താണ് വരിക എന്ന് പറഞ്ഞാൽ, നമ്മൾ എത്രത്തോളം ആവർത്തിച്ച് ചെയ്യുന്നോ അത്രത്തോളം നമ്മുടെ ഉള്ളിൽ അത് ഉറയ്ക്കും.
അല്ലെങ്കിൽ അത്രത്തോളം നമ്മുടെ കയ്യിൽ അത് ഉറയ്ക്കും, അത്രത്തോളം കാലിൽ അത് ഉറയ്ക്കും. ഇപ്പോൾ തയ്യൽ പഠിച്ചു എന്നുകൊണ്ട് കാര്യമില്ല, എത്രത്തോളം പരിശീലിക്കുന്നു എന്നനുസരിച്ചിട്ടാണ് അത് എത്ര ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുകയെന്നറിയുക. ഒരു കാര്യം നമ്മൾ ഓർമ്മ വയ്ക്കുന്നത് അത് കൂടുതൽ 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 ആവർത്തിച്ചു എന്ന്. അപ്പം അങ്ങനെ കോടി തവണ സഹസ്രനാമത്തെ ആവർത്തിച്ച് അർച്ചന എന്നുള്ള അനുഷ്ഠാനം കൂടിയായിട്ട് ചേർക്കുമ്പോൾ നമ്മളിൽ ആ ബലം, ആ അനുഗ്രഹം ഉറയ്ക്കുകയാണ്. നമുക്ക് നമ്മുടെ നിലനിൽപ്പിനും നമ്മുടെ ജീവന്റെ ഉന്നതിക്കും ജീവിതത്തിൻ്റെ ഉത്കർഷയ്ക്കുമൊക്കെ ഏറ്റവും ആധാരമായിട്ടുള്ള പ്രാണചൈതന്യം, പ്രാണബലം നമ്മിൽ ഉറയ്ക്കുകയാണ്. ഈ ആധ്യാത്മിക അനുഷ്ഠാനങ്ങളൊക്കെ എന്തിന് എന്ന് ചോദിച്ചാൽ നമ്മൾ പൊതുവിൽ പറയും എല്ലാം കഴിഞ്ഞിട്ട് മോക്ഷത്തിന് വേണ്ടിയിട്ടെന്ന്. അല്ല, നമ്മുടെ പുരുഷാർത്ഥങ്ങളെ സാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പുരുഷാർത്ഥങ്ങൾ ധർമ്മ, അർത്ഥ, കാമ, മോക്ഷങ്ങളാണ്. ധർമ്മമാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. ധാർമ്മികമായി ഉറച്ച ധർമ്മത്തിൽ നിന്നുകൊണ്ട് നമ്മൾ സമൃദ്ധിയെ, സമ്പത്തിനെ ഉണ്ടാക്കി നമുക്ക് ധാർമ്മികമായി വേണ്ട എല്ലാ കാമനകളെയും സഫലമായി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മോക്ഷത്തിലേക്ക് പോകാൻ പറ്റൂ. നമുക്ക് സന്തോഷമുണ്ടായാൽ, നമ്മൾ ജീവിതത്തിൽ തൃപ്തി ഉണ്ടായാൽ, സംതൃപ്തരായാൽ, സമൃദ്ധി ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ അടുത്ത പടിയിലേക്ക് നടക്കാൻ പറ്റൂ. അപ്പം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാഥമികമായിട്ട് ദേവതോപാസന. നമുക്ക് എല്ലാ തരത്തിലുള്ള ബലവും ഉണ്ടാക്കാൻ, എല്ലാ തരത്തിലുള്ള സമൃദ്ധിയും ഉണ്ടാക്കാൻ, ശരീരത്തിന് ആരോഗ്യം ഉണ്ടാക്കാൻ, മനസ്സിന് ആരോഗ്യം ഉണ്ടാക്കാൻ, തെളിച്ചമുണ്ടാക്കാൻ, അങ്ങനെ നമ്മുടേതായിട്ടുള്ള ജീവിത പരിസരങ്ങളിൽ നമ്മളെ ഒന്നാമതെത്തിക്കാൻ, ഏറ്റവും ഔന്നത്യത്തിലെത്തിക്കാൻ അങ്ങനെ പരിശ്രമിച്ചത് കൊണ്ടാണ്, ഈ ഋഷിമാരുടെ ഉപദേശം അനുസരിച്ച് അങ്ങനെ പരിശ്രമിച്ചത് കൊണ്ടാണ് പഴയകാലത്തെ ഭാരതം ലോകത്തെ ഏറ്റവും സമ്പന്നമായ ഭാരതമായിരുന്നത്. അത് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് മുഗളന്മാരും ബ്രിട്ടീഷുകാരും ഒക്കെ വന്നത്. ഇവിടെ അത്രയും സമൃദ്ധി ഉണ്ടായതുകൊണ്ടാണ്. അതിനെ കൊള്ളയടിച്ചു കൊണ്ടുപോയിട്ടാണ് ഇന്ന് കാണുന്ന യൂറോപ്പും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ആ സമൃദ്ധിയെ ഈ അനുഷ്ഠാനങ്ങളുടെ ആധാരത്തിൽ ധർമ്മത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചിട്ടാണ് നമ്മുടെ പൂർവികരുണ്ടാക്കിയത്. അതാണ് ഇപ്പം ലോകത്തെല്ലായിടത്തും ജനങ്ങളുണ്ട്. പക്ഷേ യൂറോപ്പിൽ സ്ത്രീയുടെ വായിൽ 30 പല്ലും പുരുഷൻ്റെ വായിൽ 32 പല്ലുമാണ് ഏറ്റവും വലിയ ശാസ്ത്ര സത്യം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിരുന്ന സമയത്ത്, ഈ അടുത്ത കാലം വരെ പറഞ്ഞുകൊണ്ടിരുന്നിരുന്ന സമയത്ത്, ഭാരതത്തിലെ ഋഷിമാർ ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലവും സൂര്യനും മറ്റു നക്ഷത്രങ്ങളും തമ്മിലുള്ള അകലവും ഒക്കെ കണക്കാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ അറിവ് ഇവിടെ ഉണ്ടായത്, സമൃദ്ധി അവിടെ ഉണ്ടായതൊക്കെ ഈ ദേവതകളുടെ അനുഗ്രഹം ഉണ്ടായതുകൊണ്ടാണ്. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരം പൂർവികർ ഉറപ്പിച്ചത്. അതിനെ നമ്മൾ തള്ളിക്കളഞ്ഞാൽ നമ്മൾ കാറ്റഴിച്ചു വിട്ട ബലൂൺ പോലെയാവും. നമ്മുടെ ഉള്ളിലെ ബലം മുഴുവൻ പോകും. അപ്പം ആ ബലത്തെ ഇടക്കാലത്തൊക്കെ നമ്മുടെ പല ശ്രദ്ധയില്ലായ്മ കൊണ്ടും മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടുമൊക്കെ ആ ബലം കുറേ പോയിട്ടുണ്ട്. ഇപ്പം നമ്മൾ പൂർവികർ ചെയ്തതിൻ്റെ, അവർ ഡെപ്പോസിറ്റ് ചെയ്തതിൻ്റെ പലിശ കൊണ്ടൊക്കെ ജീവിച്ച് പലിശയൊക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ മുതലെടുത്ത് ജീവിച്ച് ഇപ്പം ഏതാണ്ട് അത് തീരാറായിരിക്കുന്നൊരവസ്ഥയാണ്. പക്ഷേ അത് ധർമ്മം നശിക്കാത്തതായതുകൊണ്ട് അത് ഉണർന്നു വരുന്നുണ്ട്. നിങ്ങളെപ്പോലുള്ള ഒരുപാട് അമ്മമാർ, ഒരുപാട് കുട്ടികൾ, ഒരുപാട് മഹാത്മാക്കളൊക്കെ പല സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് അത്തരം ദേവതാഭിമുഖ്യമായിട്ട് ദേവതാനുഷ്ഠാനങ്ങളിൽ ഏർപ്പെട്ട് ഈ ദേശത്തിൻ്റെ ബലം, ഈ സമാജത്തിൻ്റെ ബലം, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തികളുടെ ബലം ഈ തപസ്സുകൊണ്ട്, ഓരോ തരത്തിലുള്ള അനുഷ്ഠാനങ്ങളുടെ തപസ്സുകൊണ്ട് വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അനുഗ്രഹം നമ്മൾ സമാജത്തിൽ കാണുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്തെ വെല്ലുവിളികളൊക്കെ നോക്കിയിട്ട് അത്രയും പോരാ. കൂടുതൽ തീവ്രമായും സജീവമായിട്ടും നമുക്ക് ഈ ശക്തിയെ സംഭരിക്കേണ്ടതുണ്ട്. നമുക്ക് ഒന്നാമതാവേണ്ടതുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ കുടുംബാംഗങ്ങളെ, അങ്ങനെയുള്ളവരൊക്കെ ഒന്നാമതാക്കേണ്ടതുണ്ട്. നമ്മുടെ ദേശത്തെ ഒന്നാമതാക്കേണ്ടതുണ്ട്. അതിനുള്ള നിങ്ങളുടെ തപസ്സിൽ ഗുരുപരമ്പരയുടെയും ദേവതകളുടെയും എല്ലാം അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.